പാലക്കാട് പിരായിരിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്ത പൊതുപരിപാടിയിൽ DYFI BJP പ്രതിഷേധമുണ്ടായി. രാഹുലിന്റെ കാർ അവർ നടുറോഡിൽ തടഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി രാഹുലിന് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകരും പോലീസും കവചമൊരുക്കി. ഇതിനിടെ ശബ്ദ സന്ദേശം രാഹുലിൻ്റേതാണോ എന്ന മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് വ്യക്തത ഇല്ലാത്ത മറുപടിയാണ് രാഹുൽ നൽകിയത്. വൈകിട്ട് 5:20 രാഹുൽ മാങ്കൂട്ടത്തിൽ പിരായിരിയിലെത്തിയത്. കരിങ്കുടിയുമായി മുദ്രാവാക്യം വിളിച്ച് കാറിന് മുന്നിലേക്ക് DYFI പ്രവർത്തകർ ചാടി വീണു. പ്രതിഷേധം ശക്തമായതോടെ പോലീസും UDF പ്രവർത്തകരും രാഹുലിന് കാവലൊരുക്കി. പോലീസിന്റെയും പ്രവർത്തകരുടെയും വലയത്തിൽ രാഹുൽ ഉദ്ഘാടന സ്ഥലത്തേക്ക് ഇറങ്ങി നടന്നു. വീടുകൾ കയറിയും കാത്തിരുന്നവരോട് വിശേഷം പറഞ്ഞുമായിരുന്നു ഉദ്ഘാടന സ്ഥലത്തേക്ക് എത്തിയത്. കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് രാഹുലിന് സ്വീകരണമൊരുക്കിയത്. പ്രതിഷേധക്കാരെ UDF പ്രവർത്തകർ കൂകി വിളിച്ചു. പരിപാടിക്ക് പിന്നാലെ മാധ്യമപ്രവർത്തകരെ കണ്ടെങ്കിലും വിവാദ ഓഡിയോ സന്ദേശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രാഹുൽ വ്യക്തമായ മറുപടി നൽകിയില്ല. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയും. 1, 2 നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിയമപരമായി നേരിടും. ജനങ്ങളോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയേണ്ട കൃത്യമായ സമയത്ത് ജനങ്ങളോട് പറയും. പാലക്കാട്ടെ പൊതുപരിപാടികളിൽ കൂടുതൽ സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ നീക്കം. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.